ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു മിനി വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു പാലപ്പവും ചിക്കൻ കറിയാണ് രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് ഞാൻ ചിക്കൻ കറിക്കുള്ള റെഡിയാക്കി വെക്കുവാണ്. പാലപ്പം ഇന്നലെ അപ്പവും അരിയും പച്ചരിയും ചോറും പുളിമാവും കൂടി ഞാൻ അരച്ച് വെച്ചിരുന്നു. അത് രാവിലെ എഴുന്നേൽപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിരിപ്പുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അത് ആദ്യമായിട്ട് നമുക്ക് ചീനിച്ചട്ടിക്കകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ ആ കടുക് ഇട്ട് കൊടുത്തു. പിന്നീട് ഞാൻ 2 സവോളയും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അങ്ങ് ഒരുമിച്ചിട്ട് കൊടുത്തു കേട്ടോ. പിന്നീട് ഞാൻ നല്ല പച്ചക്കുരുമുളകും പച്ചക്കുരുമുളക്, പച്ചമുളക്, കാന്താരിമുളക്, വെള്ളക്കാന്താരിയില്ലേ, അതും ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുത്തു കേട്ടോ. അരച്ചെടുത്തിട്ട് അതും കൂടെ ഞാൻ ഈ ചിക്കൻ്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് ഈ ചിക്കനും സവോളയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അവിടെ ഇരുന്ന് നന്നായിട്ട് ഡീപ് ഫ്രൈ ആയിട്ട് വരും. നമുക്ക് എണ്ണയും വേണ്ട, കുറച്ച് എണ്ണ മതി നമുക്ക്. അതിനുശേഷം പിന്നെ ഞാനൊരു പിടുത്തം കാഷ്യൂനട്ട് എടുത്ത് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെച്ചു കേട്ടോ. ഞാൻ തേങ്ങാപ്പാലും തേങ്ങയൊന്നും അരച്ച് ചേർക്കില്ല. ഈ ഒരു കാഷ്യൂനട്ട് മാത്രമേ ഇതിനകത്തേക്ക് അരച്ച് ചേർക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമുക്കത് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്തു കാഷ്യൂനട്ടിൻ്റെ. അപ്പോൾ നോക്കിയപ്പോൾ അപ്പമൊക്കെ നന്നായിട്ട് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. പുളിമണം ഒന്നുമില്ല ഇങ്ങനെ ചെയ്യുമ്പം. അതിന് ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ അപ്പത്തിന് തേങ്ങ അരയ്ക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഇതൊന്നും ഇടയ്ക്ക് ഈ ചിക്കൻ ഇങ്ങനെ ഇളക്കിയിടണം, എന്നാലേ അതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ ആ സമയം ഞാൻ ചിക്കൻ്റെ പൊടി, ഇതിലേക്കുള്ള പൊടി വേണം. ആ പൊടി ഞാൻ വറുത്തായിടുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു പാൻ വെച്ച് 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും, 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ചെറുതായിട്ട് വറുത്ത് എടുത്ത് വെച്ചു. അത് ഞാൻ ഈ ചിക്കൻ നന്നായിട്ട് വറുത്ത് വന്നു. സവോളയൊക്കെ നന്നായിട്ട് വരണ്ട് വന്നു. അത് ഞാൻ അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വന്നു കഴിയുമ്പോഴത്തേന് നല്ല വറുത്തരച്ച ചിക്കൻ്റെ ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഈ പൊടികളൊക്കെ വറുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് പതുക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചു. ആ സമയം ഞാൻ അപ്പത്തിൻ്റെ മാവിലേക്ക് പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിനാവശ്യത്തിനുള്ള തേങ്ങ ഫ്രിഡ്ജിൽ നേരത്തെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് അരച്ച് അപ്പം കലക്കി വെച്ചു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ചുടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് വന്നിട്ട് അപ്പം ചുടുള്ളൂ. അപ്പോൾ ഞാൻ ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കും. വരുമ്പോഴത്തേന് നന്നായിട്ട് പാകത്തിനിരിക്കും. ഒരു പുളിയൊന്നുമില്ലാതെ നല്ല രുചിയാണ്. അപ്പോൾ ഇതിന് വയറിന് നമുക്ക് നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് ചിക്കനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ കാഷ്യൂനട്ട് അരച്ച് അതിലേക്ക് പേസ്റ്റ് ചേർത്ത് അതൊന്ന് കഴുകി എല്ലാം വെച്ചു റെഡിയാക്കി വെച്ച് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഒന്ന് തിളയ്ക്കാനായിട്ട്, ഗ്രേവി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ നന്നായിട്ട് മല്ലിയിലേക്ക് ഒന്ന് അരിഞ്ഞ് പെറുക്കി നന്നായിട്ട് അരിഞ്ഞിട്ടും അതൊരു ഫ്ലേവറിന് വേണ്ടി, ടേസ്റ്റിന് വേണ്ടിയിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഇത് അടച്ച് വെച്ചപ്പോൾ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. കാപ്പിയുടെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഞങ്ങളിനി ചായ കുടിക്കാൻ പോവാണ്. അവന് എക്സാം അല്ലേ. അപ്പോൾ അവനെ ഞാൻ രാവിലെ വിളിച്ചേൽപ്പിച്ച് പഠിക്കാനായിട്ട് ഇരുന്നിട്ടപ്പോൾ അവൻ ചായ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് അവന് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് ചായയും കുടിച്ച്, ഞാൻ പള്ളിയിലും പോകാമല്ലോ എനിക്ക്, അവനിരുന്ന് പഠിക്കുകയും ചെയ്തോളൂ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ ചായയും കുടിച്ചിട്ട് ഞാൻ പള്ളിയിലും പോയി അവനിരുന്ന് പഠിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ പള്ളി കഴിഞ്ഞ് വന്ന് നല്ല പാലപ്പവും നല്ല വറുത്തരച്ച ചിക്കൻ കറിയും റെഡിയായി. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം.